അപ്പോൾ ഇതിൽ നമ്മൾ മുടി വരയ്ക്കുമ്പം ഫുള്ളായിട്ട് ബ്ലാക്ക് വരുന്നില്ല, ജസ്റ്റ് നമ്മൾ സൈഡിൽ കൂടെ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് യെല്ലോ കളർ വരുന്നുണ്ട്. അപ്പോൾ ആ യെല്ലോ കളറൊക്കെ അതുപോലെ തന്നെ ഷെയ്ഡ് ചെയ്യുക. ഷെയ്ഡ് ചെയ്തതിന് ശേഷം മുകളിൽ കൂടെ നമ്മൾ സെക്കൻഡായിട്ട് നമ്മൾ ബ്രൗൺ കളർ ഉപയോഗിക്കുന്നു. ബ്രൗൺ കളർ ഉപയോഗിച്ചും ഷെയ്ഡ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ മാത്രം നമ്മൾ ബ്ലാക്ക് ഉപയോഗിക്കുന്നുള്ളൂ. ഞാനിപ്പോൾ ഈ ഷെയ്ഡ് ചെയ്യുന്ന ഭാഗത്തൊന്നും നമ്മൾ ബ്ലാക്ക് ഒരുപാട് വരുന്നില്ല. അപ്പോൾ അവിടെ എല്ലാം കൂടുതൽ യെല്ലോ കളറാണ് വരുന്നത്. അപ്പോൾ യെല്ലോ കളർ കൂടുതലായിട്ടും ഷെയ്ഡ് ചെയ്യുക. അതിൻ്റെ മുകളിൽ കൂടെ ബ്രൗൺ കളർ നമ്മൾ യൂസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നോക്കാൻ മനസ്സിലാവും മുടിക്ക് പ്യുവർ ബ്ലാക്ക് അല്ല വരുന്നത്, ബ്ലാക്ക് കുറച്ച് താഴ്ഭാഗത്തായിട്ട് ബ്ലാക്ക് വരുന്നുള്ളൂ. അപ്പം ആ ഒരു ഭാഗം നമ്മൾ ബ്ലാക്ക് കളർ പെൻസിൽ ഉപയോഗിച്ച് ചെയ്യുന്നു കൂടുതലായിട്ടും. പിന്നെ മുകളിലോട്ട് നമ്മൾ ബ്രൗൺ കളറും യെല്ലോ കളറുമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഫോട്ടോയിൽ എങ്ങനെയാണോ അതേപടിയാണ് അങ്ങോട്ട് നമ്മൾ വാർത്തെടുക്കുന്നത്. അപ്പം ആ ഒരു കളർ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ മുടി വരയ്ക്കുക. മുടി എങ്ങനെ വരയ്ക്കേണ്ടതെന്നുള്ള ട്യൂട്ടോറിയലൊക്കെ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ അതുകൊണ്ട് കണ്ടവർക്ക് മനസ്സിലാവും അങ്ങനെ വരയ്ക്കേണ്ടത്. അപ്പോൾ അതുപോലെ തന്നെ ആ മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ വരയ്ക്കുന്നു. മുടിയുടെ ഭാഗം നമ്മൾ വരച്ച് കംപ്ലീറ്റ് ചെയ്യുന്നു. അതിൻ്റെ മുടിയുടെ ചുറ്റിനുള്ള ഭാഗത്തൊക്കെ യെല്ലോ കളർ വരുന്നുണ്ട്. അപ്പോൾ ആ കളർ അതുപോലെ തന്നെ അവിടെ കൊടുക്കുക. പിന്നെ നമ്മൾ വരയ്ക്കുന്ന ചെവിയുടെ ഭാഗമാണ്. ചെവിയുടെ ഭാഗത്തും ഫസ്റ്റ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് തന്നെ യെല്ലോ കളർ ആദ്യം ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാം. ഷെയ്ഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കൂടെ ഓറഞ്ച് കളർ, അതായത് നമ്മൾ ചെവിയുടെ ആ വര പോലുള്ള ഭാഗങ്ങളൊക്കെ വരുന്നുണ്ട് അതിനകത്ത്. അപ്പോൾ അത് സൈഡ് വഴിയും ഒക്കെ നമ്മൾ ഓറഞ്ച് കളർ ഉപയോഗിക്കുന്നു. ആ ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മൾ ബാക്കി താടിയുടെ ഭാഗം വരയ്ക്കുന്നു. അതും ബ്ലാക്ക് ഉപയോഗിച്ച് വരയ്ക്കുക. ആ ഭാഗത്തോട്ട് കൂടുതലും ബ്ലാക്കാണ് വരുന്നത്. അപ്പം ബ്ലാക്ക് കളർ പെൻസിൽ തന്നെ യൂസ് ചെയ്യാം. താഴേക്കും കൂടുതലും ബ്ലാക്ക് തന്നെ ഉപയോഗിച്ചാൽ മതി. അവിടെ ബ്രൗൺ കളറും യെല്ലോ കളറൊന്നും നമ്മൾ കൂടുതൽ വരുന്നില്ല. അതുകൊണ്ട് താടിയുടെ ഭാഗം ഫുള്ള് ബ്ലാക്ക് തന്നെ ഉപയോഗിക്കുക. പിന്നെ വരുന്ന ലിപ്പിൻ്റെ കുറച്ച് ഭാഗം അവിടെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഭാഗം ഫസ്റ്റ് ലെയർ പോലെ യെല്ലോ കളർ, അതിന് മുകളിൽ ഓറഞ്ച്, അതിന് മുകളിൽ കുറച്ച് ഷാഡോ കിട്ടാൻ വേണ്ടി നമ്മൾ ബ്രൗൺ കളർ കൊണ്ട് യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ കുറച്ച് കട്ടിക്ക് ഷെയ്ഡ് ചെയ്യേണ്ട ഭാഗമുണ്ട്. അപ്പോൾ അത് നമുക്ക് കുറച്ച് ബ്രൗൺ കളറോട് യൂസ് ചെയ്യുമ്പം അത് ശരിയായിക്കോളും. പിന്നെ മീശയുടെ ഭാഗങ്ങളും ബാക്കിയുള്ള ബ്ലാക്ക് കളർ പെൻസിൽ ഉപയോഗിച്ച് തന്നെ വരയ്ക്കുക. അപ്പോൾ ഇത് നല്ല സമയത്ത് തന്നെ ഇതും ചെയ്യുക. കളർ പെൻസിലാണ് നമ്മൾ ഷാർപ്പൻ ചെയ്ത് തന്നെ ഉപയോഗിക്കുക. പിന്നെ വരുന്ന കൈയുടെ ഭാഗമാണ്. കൈയുടെ ഭാഗം ഫസ്റ്റ് ലെയർ നമ്മൾ യെല്ലോ തന്നെ കൊടുക്കുന്നു. അവിടെയും ആ മോൾ ഭാഗം കൂടുതൽ നമുക്ക് യെല്ലോ കളറാണ് കാണുന്നത്. അപ്പോൾ അതും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്ന ഭാഗം അങ്ങനെയാണ്. അപ്പോൾ ആ ഭാഗം നമ്മൾ കൂടുതലും യെല്ലോ കളർ തന്നെ കൊടുക്കുന്നു. ആദ്യം ഫുള്ളായിട്ട് തന്നെ യെല്ലോ കളർ മൊത്തം കൊടുക്കുക, സ്കിൻ ടോണായിട്ട്. അതിനുശേഷം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് തന്നെ ഓറഞ്ച് കളർ അതിൻ്റെ കൂടുതൽ ഭാഗത്ത്, അതായത് ഷാഡോ കട്ടി കൂടുതൽ വരുന്ന ഭാഗത്ത് നമ്മൾ ഓറഞ്ച് കളർ ഉപയോഗിക്കുന്നു. പിന്നെ അതിലും കട്ടി കൂടുതൽ ഭാഗം വരുന്ന ഭാഗത്ത് നമ്മൾ ബ്രൗൺ കളർ ഉപയോഗിക്കുന്നു. ഞാനിപ്പോൾ ഈ വരയ്ക്കുന്ന ഭാഗമൊക്കെ കുറച്ചുകൂടെ നെഴൽ വരുന്ന ഭാഗങ്ങളാണ്, വെളിച്ചം ഡയറക്റ്റ് അടിക്കാത്ത ഭാഗങ്ങളാണ്. അപ്പം അവിടെ കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡ് കൊടുക്കുക. ഫസ്റ്റ് ഓറഞ്ച് കൊടുക്കുക, അതിന് മുകളിൽ കൂടെ നിങ്ങൾക്ക് ഒന്നുകൂടെ ബ്രൗൺ കളർ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ വാച്ചിൻ്റെ ഭാഗം വരയ്ക്കുന്നത്, സ്ട്രാഫ് വരയ്ക്കുന്നത് കറുത്ത കളർ പെൻസിൽ ഉപയോഗിച്ച് തന്നെയാണ്. സെയിം കളർ നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ കൈയുടെ ബാക്കി ഭാഗം വരയ്ക്കുന്നത് അതുപോലെ തന്നെ സെയിം മെത്തേഡ് തന്നെ ഉപയോഗിക്കുക. യെല്ലോ കളർ ആദ്യം, അതിനുശേഷം ബ്രൗൺ കളർ. പിന്നെ വരുന്ന ഷർട്ടാണ്. ഷർട്ട് നമുക്ക് ബ്ലാക്ക് കളറാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് വരച്ച് പ്രാക്ടീസ് ചെയ്യുക.